നാടെങ്ങും പല പനികളും പടർന്നു പിടിക്കുമ്പോൾ മൂക്കിൻ തുമ്പിലെ അപകടം കാണാതെ മട്ടന്നൂരിലെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ. മട്ടന്നൂർ നഗരത്തിൽ ഡെങ്കിപ്പനിയും പകർച്ചവ്യാധികളും പരത്താൻ ഒരിടമുണ്ട്. പേര് HK ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണെങ്കിലും ഈ കെട്ടിടത്തിന്റെ നിയോഗം ജനങ്ങൾക്ക് പകർച്ചവ്യാധി സമ്മാനിക്കലാകുമെന്ന് ഇനി കാണുന്ന ദൃശ്യങ്ങൾ പറയും. മട്ടന്നൂർ നഗരത്തിൽ സർക്കാർ ആശുപത്രിക്ക് മീറ്ററുകൾ അടുത്തായാണ് ഈ പകർച്ചവ്യാധി വിതരണ കേന്ദ്രം. ബഹുനില കെട്ടിടത്തിന്റെ താഴെ ഭാഗം സാധാരണ നിലയിൽ പാർക്കിംഗ് കേന്ദ്രമാണെങ്കിലും ഇവിടെ റൂമുകളാക്കി തിരിച്ചു. എന്നാൽ ആളുകൾ അവ വാങ്ങാൻ തയ്യാറാകാതെ വന്നതോടെ റൂമുകൾക്കുള്ളിൽ വെള്ളം നിറഞ്ഞ് ഒഴുകിപ്പോകാതെയായി. അവ കെട്ടിക്കിടന്ന് വെള്ളം കറുത്ത നിറത്തിലേക്ക് മാറിയിരിക്കുന്നു. ദുർഗന്ധം കാരണം സമീപത്തെ കടക്കാർ ചന്ദനത്തിരിയും മറ്റും കത്തിച്ചാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. HK എന്ന ഷോപ്പിംഗ് മാളിന്റെ പാർക്കിംഗ് ആക്കേണ്ട ഇടത്താണ് ഈ അവസ്ഥ. ഉയരത്തിലുള്ള റോഡിൽ നിന്നും താഴ്ചയിലേക്ക് ഇറങ്ങേണ്ടുന്ന പാർക്കിംഗ് വരുന്നിടത്ത് മഴക്കാലത്ത് ശക്തമായി വെള്ളമൊഴുകും. എന്നാൽ ഈ തവണ കൃത്യമായി മഴ ലഭിക്കാത്തതിനാൽ എത്രയോ ദിവസങ്ങളായി കെട്ടിക്കിടക്കുന്നതാണ് ഈ വെള്ളമെന്ന് അതിന്റെ നിറം കണ്ടാൽ തന്നെ മനസ്സിലാകും. ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപന അധികൃതർ പലതവണ അധികാരികൾക്ക് പരാതി നൽകി. നഗരസഭ ബന്ധപ്പെട്ടവരെ വിളിപ്പിച്ചെങ്കിലും ഉടമകൾ എല്ലാവരും എത്താത്തതിനാൽ ഫലം കണ്ടില്ലെന്നാണ് അറിയുന്നത്. ദിനംപ്രതി രോഗികളുടെ എണ്ണം കൂടുന്ന മട്ടന്നൂരിലെ സർക്കാർ ആശുപത്രിയിൽ ശരാശരി ദിനംപ്രതി 300-നടുത്ത് രോഗികളാണ് വരുന്നത്. പനി, ഡെങ്കിപ്പനി, വൈറൽ പനി, ഡയറിയ തുടങ്ങിയ രോഗങ്ങൾക്കാണ് വരുന്നവരിലേറെയും ചികിത്സ തേടുന്നത്. ഡെങ്കിപ്പനി ബാധിച്ച് സർക്കാർ ആശുപത്രിയിൽ മാത്രം ചികിത്സ തേടി വീടുകളിൽ കഴിയുന്നവരുമുണ്ട്. അവസ്ഥ ഇതൊക്കെയാണെങ്കിലും രോഗം പരത്തുന്ന ഇത്തരം വിഷവെള്ളക്കെട്ടുകൾക്കെതിരെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിയും ഇല്ലെന്നതാണ് അത്ഭുതം. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.